എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെൻ്റെ 6 എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ. എൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിൻ്റെ ഫെഡെക്സ് ഫയൽ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമാണിത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, മുഴുവനായിട്ട് പേഴ്സണൽ ലൈഫായത് കാരണം എല്ലാം കൂടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ മറ്റേ ബസ് ആക്സിഡൻറ്റ് കേസ് ഉണ്ടായല്ലോ, പൂവഞ്ചിനല്ല കോഴിച്ചിനാണ്. അവിടെ അതേ സ്ഥലത്ത് 2 ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. 2000-ലും പിന്നെ 2001 തോന്നുന്നുണ്ട്, പിന്നെ ഒന്ന് 2002-ലും. ആ 2002-ലത്തെ അപകടത്തിലാണ് എൻ്റെ ഫാമിലി പെട്ടത്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ തരണം ചെയ്ത് തിരിച്ച് ഞാൻ ബഹ്റൈനിൽ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. അതിനുശേഷം ഫെഡെക്സിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ച് തിരിച്ചു വന്നപ്പോൾ ഈ കേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആക്സിഡൻറ്റ് കേസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ കഴിഞ്ഞ തവണ വിട്ടുപോയത് പറയാൻ. എന്താ വെച്ചാൽ വേറെ വിഷയങ്ങൾ പറയാണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കേസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കേസ് ഞാൻ 2008 ഇപ്പോൾ 16 കൊല്ലത്തിൽ മേലെ, അപ്പോൾ ഓർക്കാൻ കുറച്ച് പണിയുണ്ട്. എന്തായാലും 2008 ഞാൻ തിരിച്ചു വന്ന് നാട്ടിലേക്ക്. ആ സമയത്ത് ഈ കേസിൻ്റെ വിധി വന്നിട്ടുണ്ട്. അപ്പോൾ വിധി എന്താ അറിയോ, എൻ്റെ വൈഫിന് ജീവൻ നഷ്ടപ്പെട്ടതിന് 90,000 റുപ്യാണ്, അങ്ങനെ എന്തുവാണ്, അത്ര ഓർമ്മയില്ല, 1 ലക്ഷം എന്ന് പിടിക്കുക, 1 ലക്ഷം അങ്ങനെ എന്തുവാണ്, 1 ലക്ഷം റുപ്യാണ് നഷ്ടപരിഹാരം. ഇൻഷുറൻസ് കമ്പനിയോ അങ്ങനെ ആരോ കൊടുക്കേണ്ടതാണ്. പിന്നെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് 80,000 രൂപ. ഇങ്ങനെയാണ് വിധി വന്നത്. അപ്പോൾ അതേസമയം എൻ്റെ ഒരു സുഹൃത്ത് ഇതേ ബഹ്റൈനിൽ നിന്ന് ഏതാണ്ട് അതേ സമയത്ത് തന്നെ നാട്ടിൽ ലീവിന് വന്നതായിരുന്നു. 1 മാസം 2 മാസത്തെ ലീവ് ആയിരുന്നു. അതിന് വന്ന സമയത്ത് മൂപ്പര് നടന്നു പോകുമ്പോൾ ഒരു മോട്ടോർ സൈക്കിൾ മൂപ്പരെ കാലുമേ കയറി, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാലുമേ കയറി, മറ്റേ എല്ലിനൊരു ക്രാക്ക് ഉണ്ടായി. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് മൂപ്പര് 15-20 ദിവസം 30 ദിവസം എന്തോ കിടക്കല്ല, അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് നടന്നു അങ്ങോട്ടും കൊണ്ടൊക്കെ. അങ്ങനെ ആ ആക്സിഡൻറ്റ് കേസ് അയാൾ കേസ് കൊടുത്തിരുന്നു, ആ ആക്സിഡൻറ്റിന്. അത് ഇതിൻ്റെ മുമ്പ് അങ്ങനെ തോന്നുന്നു, കുറച്ച് മുമ്പ് തോന്നുന്നുണ്ട്. പക്ഷെ അതിൻ്റെ വിധി ആ സമയത്താണ് വന്നത്. ഈ വിധി ഇതായിട്ട് ഞാൻ നടക്കുന്ന എൻ്റെ കേസിൻ്റെ വിധിയായിട്ട് ഇതായിട്ട് നടക്കുമ്പോൾ, നഷ്ടപരിഹാരത്തിന് നടക്കുമ്പോൾ ഇയാളുടെ കേസിൻ്റെ വിധി വന്നിരുന്നു. അതിൽ അയാൾക്ക് കിട്ടിയത് എത്ര അറിയോ, കാലുമ ചെറിയതായി തട്ടി എല്ലുമത്തിരി ക്രാക്ക് ഉണ്ടായി, പ്ലാസ്റ്റർ ഇട്ട് ശരിയാവും ചെയ്ത് അയാൾ പിന്നെ ഗൾഫിലേക്കും പോയി. പിന്നെ അതിൻ്റെ ശേഷത്തെ വരവിലേറ്റാണ് ഇത് കിട്ടുന്നത്, ഈ നഷ്ടപരിഹാരം കിട്ടുന്നത്. എത്ര അറിയോ, 2 ലക്ഷം രൂപ. ഒരാൾ മരിച്ചിട്ടില്ല, ഒന്നുമില്ല, എടുത്തു പറയാവുന്ന ഒരു പരിക്കുമില്ല. അതപ്പോൾ തന്നെ മാറും ചെയ്ത് 2 മാസം കൊണ്ട്. അങ്ങനത്തെ പരിക്കിന് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം. മോട്ടോർ സൈക്കിൾ കാൽമൊന്നും അടിച്ചതാണ്. ഇതൊരു ബസ് ഒരു ഡ്രൈവറിൻ്റെ അശ്രദ്ധ കാരണം കൊണ്ടുപോയി ഇടിച്ച് ലെവലാക്കി. എന്നിട്ട് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതും നിരവധി ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് വേദന അനുഭവിച്ച്, കുടുംബക്കാർ വേദന അനുഭവിച്ച്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതിൻ്റെ ശേഷം മരണപ്പെട്ട 2 വ്യക്തികൾക്ക് കിട്ടിയത് രണ്ടും കൂടിയിട്ട് 1,90,000. എങ്ങനെയുണ്ട് ഇന്ത്യയിലത്തെ നിയമങ്ങൾ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. പിന്നെ ആ സമയത്ത് തന്നെ അപ്പോഴേക്കിന് വർഷം കുറെ കഴിഞ്ഞതല്ലോ, 2002 ആക്സിഡൻറ്റ് നടക്കുന്നത്. ഇത് 2008 ആയിരുന്നല്ലോ. അപ്പോൾ മനസ്സിലൊരു ആഘാതമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ ആ എഫക്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസം പേപ്പർ വായിക്കുമ്പോൾ അവർ കാണുന്നുണ്ട്, ഒരു ഇതേപോലെ ഒരു ബസ് തട്ടി മരണപ്പെടുക അങ്ങനെ ചെയ്തൊരു ആൾ. അത് കുറേ മുമ്പ് നടന്നതാണ്, അതിൻ്റെ വിധി അപ്പോഴാണ് വന്നത്. ആ വിധി വന്നത് വായിക്കുകയാണ്. അപ്പോൾ അതിൽ പറയുന്നത് ആ മരണപ്പെട്ട ആളുടെയൊക്കെ നഷ്ടപരിഹാരം കോടതി വിധി വന്നത് 36 ലക്ഷമാണ് ഒരാളുടെ. ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഈ എൻ്റെ കാര്യത്തിൽ മാത്രം ഈ രീതിയിൽ, അതായത് ഒരു സൈക്കിൾ തട്ടിയാൽ പോലും കിട്ടുന്നതിനേക്കാൾ കുറവ് നഷ്ടപരിഹാരമാണ് 2 ആളുടെ ജീവൻ പോയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കേസ് ഞാൻ കൊടുത്തത് ആരുടെ അടുത്തായിരുന്നു അറിയോ? ഞാൻ പോകുമ്പോൾ 2002 അങ്ങനെ ഇതായി കിടക്കില്ല. അപ്പോൾ ആരേത് സുഹൃത്തുക്കൾ ആരോ പറഞ്ഞു, പിന്നെ
തിരൂരിലൊരു മൂസാക്കുട്ടി വക്കീലുണ്ട്, നീ മൂപ്പർക്ക് കേസ് കൊടുക്ക്, മൂപ്പരുടെ അടുത്ത് കൊടുക്കുക, മൂപ്പർ നല്ല ഉഷാറാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞ് ആ മൂസാക്കുട്ടി വക്കീലിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ആ മൂസാക്കുട്ടി വക്കീലല്ല ഈ കേസ് നോക്കുന്നത്, മൂപ്പരുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരുത്തനാണ്, മൂപ്പരുടെ പേര് ഞാൻ മറന്ന്. അപ്പോൾ അയാൾ എന്താ ചെയ്തെന്നറിയില്ല. ഇതിൽ നഷ്ടപരിഹാരം കിട്ടാതിരിക്കാൻ വേണ്ടി വാദിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ആക്സിഡൻ്റായിട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അവരുടെ പ്രശ്നം തീരില്ല. ബന്ധുക്കളാണല്ലോ, ദൈവം നമുക്ക് കനിഞ്ഞ് നൽകുന്ന ശത്രുക്കളാണ് ബന്ധുക്കൾ. അത് എൻ്റെ ബന്ധുക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അസൂയാണ്, എന്നോട് ഭയങ്കര അസൂയാണ്. മുഖത്തൊക്കെ ചിരിക്കൊക്കെ ചെയ്യും, ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയും, ഉള്ളിൽ ഭയങ്കര അസൂയാണ്. അപ്പോൾ ഈ ബന്ധുക്കൾ ഈ ഒരു നഷ്ടപരിഹാരം എൻ്റെ വൈഫും മകൾക്കും സംഭവിച്ച കാര്യത്തിനുള്ള നഷ്ടപരിഹാരം എനിക്കേ കിട്ടുള്ളൂ. ലോകത്ത് ഇന്ത്യൻ നയപ്രകാരം എനിക്കേ കിട്ടുള്ളൂ, മറ്റുള്ളവരിത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ ഞാൻ ഈ 7 കൊല്ലം അവിടെ ഗൾഫിലാവുമ്പോൾ ഇവരിങ്ങനെ ഇടക്കിടക്ക് പോവും ഈ കേസ് അന്വേഷിച്ചിട്ട്. ബന്ധുക്കൾ അവർക്ക് ഒരു കാര്യമില്ല അതിൽ പോകണല്ലേ, അവർ ചമഞ്ഞൊരുങ്ങി അങ്ങോട്ട് പോവും. തിരൂർ അടുത്ത് തന്നെയാണ്, തിരൂർ പോവും. അവരെന്തിനാ പോകണം എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഭാര്യ വീട്ടുകാരും പോവും. ഭാര്യ വീട്ടുകാരുടെ പോകേണ്ട ആവശ്യമില്ല, ഞാനാണല്ലോ കേസ് കൊടുത്തത്, ഞാനാണ് നോക്കുന്നത്, എല്ലാം എനിക്കാണ് റിപ്പോർട്ട് ചെയ്യുക. അവരും പോവും, ഇവരും പോവും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ് കുറേ ബന്ധുക്കളോട് ഇങ്ങനെ പോവാണെന്ന് അറിഞ്ഞപ്പോഴേ എന്നോട് കുറച്ച് ആൾക്കാർ പറഞ്ഞിങ്ങനെ, നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ചമഞ്ഞൊരുങ്ങി പോകുന്നുണ്ടല്ലോ തിരൂർക്ക് ഈ ഇതിന്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇവരുടെ കേസല്ലല്ലോ, ഇവർക്കൊന്നുമില്ലല്ലോ ഇതിൽ, പിന്നെ എന്തിനാ പോകുന്നത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട്. അങ്ങനെ ഞാൻ പിന്നെ ചെറുതായിട്ട് അവിടെ അറിയിച്ച് അത് പറയാതെ പറഞ്ഞു, ഞാൻ ആരും പോകേണ്ട ആവശ്യമില്ല, ഞാനാണ് ഇപ്പോൾ നോക്കുന്നത് പറഞ്ഞു. എന്നിട്ടും പോവര് ചമഞ്ഞൊരുങ്ങി പിന്നെയും പോകും തിരൂർക്ക്. എന്തിനാ പോകണമെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ അസൂയമുത്തതേ, കാരണം അവർക്കറിയാം ഇങ്ങനെ രണ്ടുപേരുടെ ജീവൻ ഇത്രയും ഇതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ 36 ലക്ഷം 40 ലക്ഷമൊക്കെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് അവർക്ക് അറിയാം. അപ്പോൾ എനിക്കാണല്ലോ കിട്ടപ്പോൾ ഇത് രണ്ടുപേരുടെ ജീവൻ്റെ വിലയാണെങ്കിൽ എനിക്കാണല്ലോ കിട്ടുക. അപ്പോൾ അത് കിട്ടരുത് എന്നുള്ളൊരു അസൂയ കൊണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെ ആവുള്ളൂ, ഭയങ്കര അസൂയാണ് ബന്ധുക്കൾക്ക് എന്നോട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ കഷ്ടപ്പെട്ട് അവരുടെ കാര്യം അല്ലാതിരുന്നിട്ട് പോലും അവരുടെ പൈസ ചിലവാക്കിയിട്ടാണ് തിരൂർ പോയിട്ട് പാര വെക്കുകയാണ്. അത് അത്ര ഇതൊന്നും ബാധിക്കണ്ട കേട്ടോ, അതൊന്നും ഇപ്പോൾ ശരിയാവില്ല. കാരണം ഇപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വേറെയും മരിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇത്രയും തുക കിട്ടിയ പ്രശ്നമല്ലേ കൊണ്ടാ. പിന്നെ അതുമാത്രമല്ല, എന്നെക്കുറിച്ച് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ആ വക്കീലിനോട്. ആ വക്കീലും അവരോടൊപ്പം കൂടി ആ കേസ് അങ്ങോട്ട് നശിപ്പിച്ചിട്ട് ആണ് ഈ 1,90,000 വിധി വരുന്നത്. ഇനി പിന്നെ വിധി വന്ന് കിടക്കണല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ വലിയതൊന്നും അറിയില്ല, പിന്നെ അത്രയും സമയമൊന്നും ചിലവാക്കാൻ എൻ്റെ അടുത്തില്ല. വീണ്ടും വേറൊരു വക്കീലിന് കേസ് കൊടുത്തൊക്കെ വരുമ്പോഴേക്കും വീണ്ടും 7-8 കൊല്ലം വീണ്ടും കഴിയും. അപ്പോൾ ഞാനത് ഒഴിവാക്കി. പിന്നെ ഇതല്ലേ രണ്ടാളുടെ ജീവൻ്റെ വില, അങ്ങനെ ഞാൻ ഒഴിവാക്കിയാരെന്ന് വെച്ചാൽ ആ പൈസ കിട്ടിയാൽ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ, കാരണം ഭാര്യ വീട്ടിൽ കുറച്ച് പാവപ്പെട്ടവർ അന്നൊക്കെ, ഇപ്പം പിന്നെ പണക്കാരേക്കണെന്ന് തോന്നുന്നുണ്ട്, അന്ന് ഭയങ്കര കുറച്ചൊക്കെ പാവപ്പെട്ടവരായിരുന്നു. അങ്ങനെ ഈ പൈസ വാങ്ങാൻ ചെന്നപ്പോൾ ആ വക്കീൽ പറയാണ്, ആ മൂസാക്കുട്ടി വക്കീലിൻ്റെ അസിസ്റ്റൻ്റാണ് പിന്നെ കാര്യം നോക്കുന്നത്. അയാൾ പറയാണ്, അതേ എൻ്റെ ഫീസ് 50,000 റുപ്യാണ്, അത് തന്നാൽ മാത്രമേ എനിക്ക് ഈ പേപ്പർ തരുള്ളൂ എന്ന് പറയാണ്. ഈ പേപ്പർ വീണ്ടും കോടതിയിൽ കൊണ്ടുപോകണം, ആൾ വന്നിട്ടുണ്ട്, ഇതിൻ്റെ അവകാശി വന്നിട്ടുണ്ട് പറഞ്ഞിട്ട് പേപ്പർ കോടതിയിൽ കൊടുക്കണം. അപ്പോൾ കോടതിയിൽ നിന്നാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് 50,000 റുപ്യ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇത് കിട്ടിയാലല്ലേ തരിക. അപ്പോൾ പറഞ്ഞു അത് പറ്റൂല, നീ തരാതെ പോയെങ്കിലോ എന്ന് എന്നോട് പറയാണ്. ഒരു വക്കീൽ, ആദ്യമായിട്ട് കാണുന്ന ഒരു വക്കീൽ പറയണം നീ തരാതെ പോയി. അപ്പോൾ അത്രയും പാര വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ബന്ധുക്കളെ ആ ജാതി പാര വെച്ചിട്ടുണ്ട് എനിക്കെതിരെ. അപ്പോൾ നീ പറയാതെ പോയെങ്കിലോ എന്ന് പറഞ്ഞിട്ടില്ല, തരാതെ പോയെങ്കിലോ. അങ്ങനെ 50,000 റുപ്യ കൊടുത്ത്, അത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ 6 മാസം നടത്തിച്ച്. ആ ജഡ്ജി ലീവിലാണ്, മറ്റേതാണ് മറിച്ചതാണ് പറഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ചെരുപ്പൊക്കെ തേഞ്ഞ്. അങ്ങനെ 2008 മുതൽ 2008 നവംബറിലോ മറ്റാണ് ഇത് കിട്ടിയത്. എത്ര കിട്ടി? അപ്പോൾ 50,000 കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ 1,40,000 പിന്നെ വേറെന്തൊക്കെ കുറേ ചിലവ്, ഫോട്ടോ കോപ്പി, ഷർട്ടോ കോപ്പി, മൂപ്പരുടെ ചിലവാണ് 50, മൂപ്പരുടെ ഫീസാണ് 50,000. പക്ഷേ ഫോട്ടോ കോപ്പി എടുത്ത് അത് പറഞ്ഞിട്ട് 7 കൊല്ലത്തെ കണക്ക് വേറെയും വെച്ചിട്ടുണ്ട്, അത് വേറെയും കൊടുക്കണം.
അവസാനമൊക്കെ കൂടി തട്ടിച്ച് നോക്കുമ്പോൾ പിന്നെ എന്താ കുറച്ച് ചിലവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മറന്നത് അയാൾ പറഞ്ഞ ചിലവുകളാണ്. അപ്പോൾ അത് കൂടി തട്ടിക്കൂട്ടി നോക്കുമ്പോൾ അവസാനം എത്ര 1,90,000 എന്താണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. അപ്പോൾ ഈ 90,000 ഞാൻ എന്ത് ചെയ്ത് ഭാര്യ വീട്ടിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് കൊടുത്ത്. അപ്പോൾ അവരൊന്നും പറഞ്ഞൊന്നുമില്ല, മുഖത്ത് അങ്ങനെ നമുക്കൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ ഒരു മുഖത്തൊന്നും സന്തോഷമില്ലാത്ത പോലെ. അതായത് എന്താ വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അസുഖാലുക്കളെ ബന്ധുക്കൾ പറഞ്ഞു അവിടെയും അവരോടും പാരവെച്ചിങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ വിചാരം എന്താ അറിയോ, ഭാര്യ വീട്ടിൻ്റെ വിചാരം എന്താ വെച്ചാൽ എനിക്കെന്തോ വലിയൊരു എമൗണ്ട് കിട്ടിയിന്, അതിൽ നിന്ന് വെറും 90,000 റുപ്യാണ് ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് അങ്ങനെ എന്തോ ധരിച്ചതാണ്. എന്തായാലും കുഴപ്പമില്ല, ഞാനുള്ള കൊടുത്ത പിന്നെ നോക്കുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമില്ല കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ അപകടം സംഭവിക്കുന്ന സമയത്തേ എൻ്റെ മകളുടെ ശരീരത്തിൽ എന്തൊക്കെ സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അത് വേറെ ഏതോ കോടതിയിൽ കെട്ടിക്കിടക്കാമെന്ന് പറഞ്ഞിട്ടൊരു അറിവെനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ സ്വർണ്ണം എടുത്തിട്ട് ഇവർക്ക് കൊടുക്കാമല്ലോ, ഇവരുടെ മുഖത്ത് സന്തോഷമില്ലാത്തത് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇതേ വക്കീലിൻ്റെ അടുത്ത് പോകണമല്ലോ. അങ്ങനെ ആ വക്കീലിൻ്റെ അടുത്ത് പോയി. മൂപ്പര് നോക്കട്ടെ പിടിക്കട്ടെ പറഞ്ഞിട്ട് പിന്നെ അതും നടത്തിക്കുകയാണ്. അങ്ങനെ പിന്നെ വീണ്ടും 6 മാസം കഴിഞ്ഞ് 2009 അവസാനം കഴിഞ്ഞ് 2010 വരെയാണ് ആ സമയത്ത് കഴിക്കണമെന്ന് തോന്നുന്നില്ല. 2009 തന്നെ, ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും 4-5 മാസം തന്നെ നടത്തിച്ചിട്ട് അവസാനം തരുന്നുമില്ല, അത് പോയി എടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേറൊരു വക്കീലുണ്ട് മഞ്ചേരിയിൽ. അങ്ങനെ മഞ്ചേരിയിൽ പോയിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്, ഒരു വക്കീലിൻ്റെ ബോർഡ്. അവിടെ കയറി നോക്കുമ്പോൾ ഒരു മെലിഞ്ഞിട്ടൊരു വക്കീൽ. അങ്ങനെ ഞാൻ മൂപ്പരോട് കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ച് ഫീസ് എത്ര വേണം ഇതൊന്ന് എടുത്ത് കിട്ടണം എന്ന് പറഞ്ഞ്. അപ്പോൾ അധിക സാധനമൊന്നും ഇല്ല കേട്ടോ, എന്തോ 2 കമ്മലെ ഒരു വള അങ്ങനെ എന്തോ ഉള്ളൂ, 1-2 വള അത്രേ ഉള്ളൂ. അന്ന് സ്വർണത്തിനൊക്കെ ഇന്നത്തെ വില ഇല്ലല്ലോ. അന്ന് സ്വർണത്തിന് പവന് പിന്നെ എത്രയാണ് 4,500 5,000 അങ്ങനെ എന്തോ ആണ് കുട്ടികളുടെ കയ്യിലുള്ളതല്ലേ. അപ്പോൾ എത്ര ഫീസ് വേണമെന്ന് ചോദിച്ചാൽ ഇത് ഒന്ന് ഇടിപ്പിക്കാൻ. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് ഫീസൊന്നും വേണ്ടെന്ന് പറഞ്ഞ്, ഫീസ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പേരേഖകളൊക്കെ കൊടുത്തു. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ച കൊണ്ട് മൂപ്പര് ഈ പറഞ്ഞ സാധനം എങ്ങനെയൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്ന് തന്ന്. അങ്ങനെ എൻ്റെ സന്തോഷത്തിന് ഞാനൊരു ചെറിയൊരു പൈസ അവിടെ കൊടുത്ത് മൂപ്പർക്ക് കൊടുത്ത് അങ്ങനെ പോന്നു. അങ്ങനെ ഈ സ്വർണ്ണവും ഞാൻ ഭാര്യ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോഴും അവരുടെ മുഖത്തുനിന്നൊരു സന്തോഷമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് ആ നഷ്ടപരിഹാരത്തിൻ്റെ ഒരു കാര്യം പറയുന്നത്. അത്ഭുതം തോന്നുകയാണ്. 2 പേരെ ജീവൻ പോയിട്ട് ആ കോടതിക്ക് ആ ജഡ്ജിക്ക് എങ്ങനെ തോന്നി ഇത്രയും ചെറിയൊരു തുക ഒരു നഷ്ടപരിഹാരം പറയാമെന്ന് എനിക്ക് അത്ഭുതമാണ്. പക്ഷേ ഞാനതിന് പിന്നെ ഫൈറ്റ് ചെയ്യാനൊന്നും പോയൊന്നുമില്ല. പിന്നെ അതിന് ശേഷത്തെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതൊക്കെ പിന്നെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ മെല്ലെ സംഗതികളൊക്കെ മറന്നു, അങ്ങനെയൊക്കെ പിന്നോട്ട് പോയി. അതിന് ശേഷമാണ് പിന്നെ ഞാൻ അന്ന് പറഞ്ഞ ഒരു ഫറൂഖ് ചെറുവണ്ണൂർ ഭാഗത്ത് വിവാഹം കഴിച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. പുറമ്പോക്ക് സ്ത്രീകളുടെ ഒരു പരിപാടിയാണ്, ഇയാൾക്ക് സംശയമാണെന്നുള്ള പറച്ചിൽ. അങ്ങനെ സംശയമാണെന്നൊക്കെ പറഞ്ഞ് കുറേ നാടകം കളിച്ച്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആ സ്ത്രീയുടെ സംസാരങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അത് ചോദ്യം ചെയ്യണത് അല്ല, ഒളിവിൽ റെക്കോർഡ് ചെയ്തതല്ല. അപ്പോൾ അതിലൊക്കെ സമ്മതിക്കുന്നുണ്ട് ഇന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത്. പക്ഷേ ഇപ്പോൾ പിന്നെ അതൊക്കെ മറക്കണം, അതൊക്കെ മറക്കാൻ ശ്രമിക്കണം. അതൊക്കെ പോയി. ഇപ്പം എന്തായാലും ആ കല്യാണം കാരണം, ആ ഫറൂഖ് ചെറുവണ്ണൂർ ഭാഗത്തെ കല്യാണം കാരണം ആണ് ഞാൻ പിന്നെ ഒന്നും കൂടി ലോകം ചുറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വല്ല മുക്കിലിങ്ങനെ കിടക്കുന്നുണ്ടാവും, ഒരു കാട്ടുമുക്കിലിങ്ങനെ അങ്ങോട്ട് കയറിയിട്ട് കൂടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ലോകമൊക്കെ ചുറ്റി നിരവധി പേരെ കണ്ടു, നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു. പിന്നെ വേറൊരു രാജ്യത്ത് വന്ന് ജീവിക്കാൻ പറ്റി. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഫാമിലി സഹിതമുള്ള ഔട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ആ ടീം കണ്ടിട്ടുണ്ടാവും കേട്ടോ. ആ ചെറുവണ്ണൂർ ഭാഗത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ആ കൂട്ടർക്ക് നല്ല അസൂയ ഉണ്ടാവും. കാരണം എന്താ അറിയോ, അവിടെ പരത്തി വെച്ചത് അവിടെ പിന്നെ എന്താ പറയുക വ്യാജ ന്യൂസ് പടർത്തിയതെന്ന് വെച്ചാൽ ഇയാൾ ഒളിവിൽ പോയി എവിടെയാണ്, ഏതോ നരകത്തിൽ പോയി കിടക്കുകയാണ്, എവിടെ ചത്തോ ഇല്ലയെന്ന് നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നുണ ന്യൂസ് അവിടെ പരത്തി. അങ്ങനെ സന്തോഷം അടക്കുകയാണ് അയാൾ പോയി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഞാൻ
ഇങ്ങനെ വന്നിട്ട് ഈ യൂട്യൂബ് ഉണ്ടാക്കുന്ന കാരണം യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഈ സംഗതികൾ ഉണ്ടാക്കുന്ന കാരണം ഇപ്പം എന്നെ കുറിച്ച് നുണ പറയാനും വയ്യ. അയാൾ എവിടെയോ കഞ്ചാവ് അടിച്ച് കിടക്കുന്നതൊക്കെ പറഞ്ഞ് നുണ പറയായിരുന്നു. അതും പറ്റൂല ഇപ്പോൾ. ഇതൊക്കെ ടി വി ചാനലിൽ പോയിട്ട് കുറേ നുണ പറഞ്ഞ്, ഏതാണ് കൈരളി അതൊരു ചാനലിൽ പോയിട്ട് കാണാനില്ലാതൊക്കെ പറഞ്ഞിട്ട് കുറേ നുണൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഭയങ്കര അസൂയായിരിക്കും, കാരണം കാണുന്നുണ്ടാവും, തീർച്ചയായിട്ടും കാണുമല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെങ്കിൽ അവരും കാണുന്നുണ്ടാവുമല്ലോ. ഭൂലോക അസൂയായിരിക്കും. പിന്നെ അതിനുശേഷം ഇവിടെ വന്ന് 16 കൊല്ലമായി. ഇപ്പോൾ അതിൽ 9 കൊല്ലമായിട്ട് യൂട്യൂബ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എന്നെ അറിയുന്നു. ഇങ്ങനെയൊക്കെയുണ്ട് എൻ്റെ അവസ്ഥ. പിന്നെ കുറേ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയാം. കാരണം അത് അത്രയും വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പേഴ്സണൽ കാര്യങ്ങളല്ല. അത് പിന്നെ പലർക്കും പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത്, പേരും കാര്യങ്ങളും വീടൊന്നും പറയാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ സ്ത്രീ ഇവിടെ ആ ഭാഗമല്ല, മറ്റേ വിവാഹം പറഞ്ഞ ചെറുവണ്ണൂർ ഭാഗത്തെ വിവാഹം, അത് എന്താണ് പറയുക, അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ആ ചെറുവണ്ണൂരിൽ ഇറങ്ങിയിട്ട് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥലത്താണ്. സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇനി അത് ഇപ്പോൾ മറന്ന കഥയാണ്, അത് നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭാരം പോലെ, ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ ആ ഭാരമൊക്കെ ഇറക്കി വെച്ച പോലെ എനിക്ക് ഫുള്ളായിട്ട് മറക്കാം, സീറോ ആക്കാം എൻ്റെ മനസ്സിൽ. പിന്നെ ആ ചിന്തകളേ ഇല്ലാതാകുമ്പോൾ പിന്നെ അതൊരു ഭാരം ഇറക്കി വെക്കൽ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്ത് ആരെങ്കിലും ഒന്ന് അറിയിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളിൽ പങ്കുവെച്ചാൽ മതി, അപ്പോൾ തന്നെ ഭാരം ഇറങ്ങുമല്ലോ. അതേപോലെ ഭാരം ഇറങ്ങി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എന്നതാണ് ഇതിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത്രമാത്രം എനിക്ക് ഇതിൽ ഈ കാര്യങ്ങളിൽ പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഈ ഇന്തോനേഷ്യൻ വൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ ജോലിക്ക് പോകുന്നുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു അഹങ്കാരമൊന്നുമില്ല. പിന്നെ 30 കൊല്ലമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. വലിയ ഭയങ്കര ശമ്പളമൊന്നും അല്ലെങ്കിലും അങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് പോകുന്നുണ്ട്. പിന്നെ നാട്ടിലൊക്കെ ഒരു സ്ത്രീ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ തലമേ കയറിയിരിക്കും, ഇതാ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യും, പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരും. ഞാനും പോയി വാങ്ങാറുണ്ട്, ഞാനും ഭക്ഷണം പാചകമൊക്കെ ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു കൂട്ട് കുടുംബമാണ്. സൂപ്പർ പവർ ഫോർ വീഡിയോ ബിക്കോസ് ഡോണ്ട് ഹെൽപ്പ്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊന്നും എടുത്ത് പറയാറൊന്നുമില്ല, ജസ്റ്റ് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലൊക്കെ ഒരു സ്ത്രീ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നതിൽ ഭയങ്കര തണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ എന്ന് പറയാണ്. അപ്പോൾ ആ രംഗങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഞാൻ കാണിച്ചല്ലോ. എൻ്റെ വൈഫ് പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി വരുന്ന രംഗങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇട്ടിട്ടുണ്ടാകും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫുൾ എൻ്റെ പറയാനുള്ളത്. പിന്നെ മറ്റേ ബഹ്റൈനിലത്തെ കാര്യമൊന്നും വേറെ ഇല്ല, അത് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ ഫെഡെക്സിലത്തെ കാര്യം തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ അതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ ഫെഡെക്സ് ഫയലിൻ്റെ അവസാന എപ്പിസോഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.